ക്യാമറ കണ്ണിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഒരു രാഷ്ട്രീയക്കാരൻ, സാമൂഹ്യ പ്രവർത്തകൻ, പരിസ്ഥിതി പ്രവർത്തകൻ, അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ ജീവൻ ടിവിയുടെ പ്രേക്ഷകർക്ക് സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അതിലുപരി ഒരു മന്ത്രിയായിരിക്കെ തന്നെ മറ്റ് വിവാദങ്ങളോ മറ്റ് അഴിമതി ആരോപണങ്ങളോ ഒന്നും തന്നെ നേരിടാത്ത ജനകീയനായിട്ടുള്ള ഒരു മന്ത്രി, കേരളത്തിൻ്റെ കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ്, അദ്ദേഹവുമായി കുറച്ചു നേരം പങ്കിടുകയാണ്. നമസ്കാരം. നമസ്കാരം. കൃഷിമന്ത്രിയാണ്. അപ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കായിരിക്കും വളരെയധികം പ്രാധാന്യം ഉണ്ടാവുക. നമുക്ക് പ്രേക്ഷകർക്ക് അറിയാൻ കൗതുകമുള്ളൊരു കാര്യം, ഇപ്പോൾ ചൂടുള്ള സമയമാണ്. ആ ചൂട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കർഷകരെയാണ്, കൃഷി മേഖലയൊക്കെയാണ്. അപ്പോൾ ഈ ചൂട്, കാലാവസ്ഥാ വ്യതിയാനമൊക്കെ കേരളത്തിൻ്റെ കാർഷിക ഭൂമിയെയും വിളകളെയും കർഷകരെയുമൊക്കെ ബാധിച്ചുവെന്നോ അല്ലെങ്കിൽ എത്തരത്തിലാണ് അത് ബാധിക്കുന്നതെന്ന് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾക്ക് തോന്നിയിട്ടുണ്ട്? കാലാവസ്ഥയിലുണ്ടാകുന്ന ഈ മാറ്റം ഏറ്റവും കൂടുതലായി ബാധിക്കുന്ന കൃഷിയെക്കുറിച്ച് നമ്മൾ എത്ര പേർ അതിൻ്റെ പേരിൽ ആ ഗൗരവതരം അതിനെ കാണുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ചൂടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇനി മഴയായാലും മഞ്ഞായാലും എന്തായാലും ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് കൃഷിയെയാണ്. എന്തുകൊണ്ടെന്നാൽ കൃഷി കാലാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന ഒരു പ്രക്രിയയാണ് എന്നുള്ളതാണ്. അപ്പോൾ കാലാവസ്ഥയിലുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും കൃഷിയെ ബാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ചിലതെല്ലാം ഗുണകരമായി ബാധിക്കും, ചിലത് വളരെ ദോഷകരമായി ബാധിക്കും. വളരെ വലിയ ചൂട്, വലിയ മഴ, മണ്ണിടിച്ചിൽ, ഇതൊക്കെയും നമ്മൾ കാണുന്ന കാലാവസ്ഥ മാറ്റങ്ങളും പ്രകൃതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാമാണ്. അപ്പോൾ കാലാവസ്ഥയിലെ ഈ മാറ്റങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി കണ്ടത്. ഞങ്ങൾ ഈ ചുമതല ഏറ്റെടുത്ത, അല്ലെങ്കിൽ ഞാൻ ഈ വകുപ്പിൻ്റെ ചുമതലയിലേക്ക് വരുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു കേരളത്തിൻ്റെ മുമ്പിൽ കേരളത്തിൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ കൃഷിയുടെ ഭാവി എന്ന് പറയുന്നതെല്ലാം നിൽക്കുന്നത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, കാലാവസ്ഥ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഏത് വിളയുടെയും കാര്യത്തിൽ അത് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആവശ്യമായ ഭക്ഷണം ഈ സമയത്ത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുക? നെല്ലിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. തിരുവിതാംകൂർ ആയിരുന്ന കാലത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള നെല്ല് ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ തേടുന്നു. എല്ലാത്തിനും മറ്റ് സംസ്ഥാനങ്ങളെ തേടാൻ വേണ്ടി തീരുമാനിച്ചാൽ നമ്മുടെ കാര്യം വലിയ കഷ്ടത്തിലേക്ക് നീങ്ങും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് കഴിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കരുതുന്നത് അങ്ങേറ്റത്തെ അബദ്ധ ധാരണയാണ്. അപ്പം നമുക്ക് ആവശ്യമായതൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാവുന്നിടത്തോളം ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്തെ ഒരു കാര്യം. അവിടെയാണ് കാലാവസ്ഥയിലെ മാറ്റം ഒരു വെല്ലുവിളിയാവുന്നത്. ഈ വെല്ലുവിളിയെ എങ്ങനെയാണ് നമുക്ക് നേരിടേണ്ടത്? ഒന്ന്, ഈ മാറ്റത്തിന് അനുസരിച്ചുള്ള വിത്തിനങ്ങളിലേക്ക് നമുക്ക് എത്തണം. വലിയ കാലാവസ്ഥാ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത് നമ്മുടെ ഡേറ്റാസ് ഉണ്ട്. ഈ ഇന്ന മാസങ്ങളാകുമ്പോഴേക്ക് നമുക്ക് ഈ വ്യതിയാനം ഉണ്ടാകും. കാലം തെറ്റിയെല്ലാം വരുന്നേക്കാം. നിലച്ചിരിക്കാത്ത സമയത്ത് മഴകളൊക്കെ വരാം. അതൊക്കെ ഇതിൻ്റെ ഭാഗമായി ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയും പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മുടെ കയ്യിലുള്ള ഡേറ്റാസ് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ കണക്കിലെടുക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ വിതച്ച് വിളവെടുത്ത് നട്ട് വിളവെടുത്ത് മാറാൻ പറ്റണം. ഇതിനനുസരിച്ച് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ അതിനെ സംഭരിച്ച് വെക്കാനുള്ള ഇടങ്ങളുണ്ടാവണം, സംസ്കരിക്കാനുള്ള ഇടങ്ങളുണ്ടാവണം. ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ പരിഹരിക്കാൻ വേണ്ടി ഒറ്റ മാർഗം എന്ന തരത്തിലല്ല, നിരവധിയായ ഘടകങ്ങളിലൂടെ വേണം കാലാവസ്ഥ അനുരോധ കൃഷിയിലേക്ക് കേരളം മാറേണ്ടത്. പക്ഷേ മിനിസ്റ്റർ എല്ലാം ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അതിന് വേണ്ടുന്നുള്ളൊരു പ്രിക്കോഷൻ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഞാനത് പറയാം. ഏത് കാര്യം നടപ്പിലാക്കണമെങ്കിലും പൈസയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് അത്രയും മുടക്കാൻ പറ്റുമോ? ഇത് 1, 2, 3, 10 കോടി രൂപ കൊണ്ടോ 100 കോടി രൂപ കൊണ്ടോ കേരളത്തിൻ്റെ കാർഷിക മേഖലയിലെ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നിൽക്കാൻ പറ്റില്ല. നമുക്ക് പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഈ പണം പോരാ. 100, 200 കോടി കൊണ്ട് ഒക്കില്ല. പിന്നെ എങ്ങനെയാണ് പറ്റുക? നമുക്ക് കിട്ടുന്ന ബജറ്റ് വിഹിതത്തിൽ നമുക്കറിയാമല്ലോ ഓരോരോ ഇനങ്ങളാണ്. അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് മാറാൻ പറ്റുമോ? അതുമില്ല. അപ്പോൾ എവിടെ നിന്ന് പണം കണ്ടെത്തും എന്ന തരത്തിലുള്ളൊരു ശ്രമമായി ഞങ്ങൾ നീങ്ങി. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഭവങ്ങളിൽ നിന്ന് മാത്രമായി ഈ കാര്യം നടക്കുകയില്ല. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ കഴിയുമോ ഞങ്ങൾ ആലോചിച്ചു. അത് നടന്നില്ല. മറ്റ് ഏജൻസികളിൽ നിന്ന് പണം ലഭ്യമാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. പ്രയാസങ്ങളുണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ലോക ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ തീരുമാനിച്ചത്. ഈ പദ്ധതികളെല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്ത് എങ്ങനെ, എപ്പോൾ, എവിടെ എന്നെല്ലാം ഒരു ധാരണയുണ്ടാക്കി. അത് കുറേ നാളത്തെ പ്രോസസ്സായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വേൾഡ് ബാങ്കിലേക്ക്
കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്ന കേര പ്രോജക്റ്റ് സമർപ്പിച്ചു. ആ പ്രോജക്റ്റിന് അംഗീകാരം കിട്ടി. നമ്മൾ ലോൺ എടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദവും വേണം. കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യം പരിശോധിച്ചു. നമ്മുടെ പ്രോജക്റ്റ് നല്ല പ്രോജക്റ്റാണെന്ന് അവർ അംഗീകരിച്ചു. അങ്ങനെ പണം കിട്ടി. പണം വന്നു കേരളത്തിൽ. 2370 കോടി രൂപയുടെ പദ്ധതി ഫലപ്രദമായി തുടങ്ങി കേരളത്തിൽ. എന്നാലും മുൻകാലങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ചില വിവാദങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നെൽകൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ മറ്റ് കൃഷികൾക്ക് വേണ്ടി അനുവദിക്കാതിരിക്കുക, അങ്ങനെയുള്ള വാഴ കൃഷിയാണെങ്കിൽ പോലും വെട്ടി നിരത്തുക, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നടന്നിട്ടുള്ളൊരു മണ്ണ് കൂടിയാണ് നമ്മുടെ കേരളം. അപ്പോൾ അത്തരത്തിൽ ഈ നെൽപ്പാടങ്ങളെയൊക്കെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഭാവിയിൽ അത് കൃഷിയിടമായി അല്ലെങ്കിൽ നെൽകൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാനോ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്? നമ്മൾ നിലവിലുള്ള നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അവിടെയും നമ്മൾ ഈ ചൂടിൻ്റെ ഈ കാലത്തെ കണക്ക് കൂട്ടേണ്ടതുണ്ട്. നമുക്ക് വലിയ പ്രതിസന്ധി, ഇപ്പോൾ നമുക്ക് വൈദ്യുതിയുടെ പ്രതിസന്ധിയുടെ കാര്യം നമ്മൾ പറയും. നാളെ വെള്ളത്തിൻ്റെ പ്രതിസന്ധി കൂടി രൂക്ഷമായാലോ? എന്താണ് ഇതിനൊക്കെ ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നതല്ല. അപ്പം നമുക്ക് കിട്ടുന്ന വെള്ളത്തെ സംഭരിച്ച് നിർത്താൻ സഹായകമാകുന്ന സംവിധാനങ്ങളൊക്കെ നിലനിർത്തണം. നെൽവയലുകൾ സംരക്ഷിക്കണം എന്ന് പറയുന്നത് നാളെ വയലാർക്കെങ്കിലും കാണിച്ചു കൊടുക്കാനോ വരുന്ന തലമുറയ്ക്ക് വയൽ കാട്ടിക്കൊടുക്കാനെങ്കിലും വേണ്ടേ എന്ന് ചോദിക്കുന്ന അല്ല, അതിനപ്പുറത്തേക്ക് വലിയൊരർത്ഥമുണ്ടല്ലോ. നമുക്ക് ആവശ്യമായ കുടിവെള്ളത്തിൻ്റെ സംഭരണികളാണ് ഈ വയലുകൾ. ആ വയലുകളെ തണ്ണീർത്തടങ്ങളെയും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഈ ജലസംഭരണത്തിൽ ഇപ്പോൾ വലിയ പങ്ക് വഹിക്കുന്ന കുന്നുകളെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പം നമ്മളെന്താ ചെയ്തത്? നമ്മൾ ചെയ്തത് കേരളത്തിൽ കഴിഞ്ഞ ഒരു ഗവൺമെൻറ് കാലത്ത് തന്നെ നെൽവയലിനും നീർത്തടത്തിൻ്റെയും സംരക്ഷണത്തിനായിട്ടുള്ള ഒരു നിയമം തന്നെ കേരളം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ സംരക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഉറപ്പാക്കാൻ തന്നെയാണ് ഈ ഗവൺമെൻറ്റും തീരുമാനമെടുത്തിരുന്നത്. തീവ്രമായ പരിസ്ഥിതി സ്നേഹം മനസ്സിൽ നടക്കുന്ന ഒരു പൊളിറ്റീഷ്യനാണ്, മന്ത്രിയൊക്കെയാണ്. ഇപ്പോൾ ആറന്മുള, പ്ലാച്ചിമട പോലുള്ള സന്ദർഭങ്ങളിലൊക്കെ ആ സമരത്തിലൊക്കെ മുൻനിര പോരാളിയായി നിന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ആറന്മുളയിലൊക്കെ നമ്മൾ ആ വിമാനത്താവളത്തെ എതിർക്കുന്നതെല്ലാം ഈ പറയുന്ന ഒരു പരിസ്ഥിതിവാദം മുന്നിൽ കണ്ടുകൊണ്ടും അവിടെ കൃഷി ഇറക്കുക എന്നുള്ള ആ ഒരു ഐഡിയോളജിയുടെ ഒക്കെ ഭാഗമായിട്ടാണ്. പക്ഷേ അത്തരത്തിലുള്ള ആ ഒരു കൃഷിയുമായി മുന്നോട്ട് പോകാനായിട്ടും സർക്കാരിന് ഉടനീളം മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആറന്മുളയിൽ കൃഷി ഇറക്കുക എന്നുള്ളത് മാത്രമല്ല കണ്ടത്. നമുക്ക് ഈ വയലുകളുടെ ജലസംഭരണ ശേഷിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് കേരളം ഗൗരവത്തിൽ കണക്കിലെടുക്കാതിരിക്കുന്നത്? ഒരേക്കർ വയൽ 5 കോടി ലിറ്റർ വെള്ളം സംഭരിക്കുന്നതാണ് ശാസ്ത്രീയമായി കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇത്രയും ജലം സംഭരിക്കാൻ സാധാരണഗതിയിലുള്ള മറ്റു ഭൂപ്രദേശത്ത് കഴിയുകയില്ല. ഇതാണ് നെൽവയലിൻ്റെയും തണ്ണീർത്തടത്തിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത. ഭൂമിക്കടിയിലേക്ക് ജലത്തെ സംഭരിച്ചു കൊടുക്കുന്നൊരു വലിയ ഉത്തരവാദിത്വം നിറവേറ്റുന്നു വയലുകൾ. ഒരു കൃഷിയും നടന്നില്ലെങ്കിൽ പോലും നമ്മുടെ പലരുടെയും ധാരണ 10 വർഷം കൃഷി ചെയ്യാതെ കിടക്കണ്ട, വേറെ ഒന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല, അപ്പോൾ നികത്താം എന്നർത്ഥമാണ്. നികത്തിയാൽ കിട്ടുന്ന വിലയിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. ആ വയൽ ഭൂമിക്കടിയിലേക്ക് സംഭരിച്ചു കൊടുക്കുന്ന ജലം, അപ്പോൾ ചിലർ ധരിക്കുന്നത് തമാശായിട്ടാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഭൂമിക്കടിക്കുന്നതിനാ ജലം. ഈ ഭൂമിക്കടിയിൽ സംഭരിക്കുന്ന ജലമാണ് നമ്മുടെ കിണറുകളിലും കുളങ്ങളിലും എത്തുന്നതെന്നും അതാണ് നമുക്ക് ദാഹജലമായി മാറുന്നതെന്നും ചിന്തിക്കാൻ എന്തേ സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യർക്കും മലയാളിക്കും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്.